ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജസ് കുക്കിംഗ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാതെയൊക്കെ ആയിട്ട് ഒരാഴ്ചത്തോളം ആയി. ഓണത്തിന്റെ തിരക്കും പിന്നെ അല്ലാതെ തന്നെ വീട്ടിൽ കുറച്ച് ജോലി തിരക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാതെ ഇരുന്നത്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടലക്കറിയാണ് കേട്ടോ. എൻ്റെ അമ്മ തയ്യാറാക്കുന്നത്, പണ്ടൊക്കെ അമ്മ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു മെത്തേഡാണിത്. അധികം ഓയിലൊന്നും ചേർത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ്. ഓഫീസിലേക്ക് പോകുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഫുള്ളായിട്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കടലക്കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. കടല 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള കടലയാണ്. അതേസമയം നിങ്ങളിപ്പോൾ കടല വെള്ളത്തിലിടാൻ മറന്നെന്ന് കരുതുക. അതിനായിട്ട് നമുക്ക് കാലത്ത് എണീറ്റ ശേഷം നന്നായിട്ട് ചുടുവെള്ളം വെട്ടി തിളപ്പിച്ച ശേഷം കടല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് കടല പൊന്തി കിട്ടിയിട്ടുണ്ടാവും. ചെറിയ കുഞ്ഞിതായിട്ടൊരു വേവ് പോലും ആയിട്ടുണ്ടാവും. ഇത് ശരിക്കും ഈ ഒരു മെത്തേഡ് എനിക്ക് പറഞ്ഞു തന്നത് ഞങ്ങൾ ജാർഖണ്ഡിൽ ഇരിക്കുന്ന സമയത്ത് ഹൗസ് ഓണർ പറഞ്ഞു തന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1.5 സൈസിലുള്ള മീഡിയം സൈസിലുള്ള തക്കാളി, പിന്നെ കറിവേപ്പില, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില. പിന്നെ വേണ്ടത് 3 ടീസ്പൂൺ അളവിൽ മല്ലി, 3 വറ്റൽമുളക്, അരമുറി തേങ്ങ, ഒരു 6-8 കൊച്ചുള്ളി, ചെറിയ ഉള്ളി, പിന്നെ 4-5 കഷ്ണം വെളുത്തുള്ളി. ഇത് നാടൻ വെളുത്തുള്ളിയാണ് കേട്ടോ, അതുകൊണ്ട് 4-5 പീസ് എടുത്തിട്ടുള്ളത്. അതേസമയം വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ അത് 1-2 എടുത്താൽ മതി. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ഏലക്കായ, ഒരു പട്ട, ഒരു പട്ടിയും ഒരു ഏലക്കായും, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഈ ഒരു അളവ് തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മുളകിനെയും മല്ലിനെയും ഒന്ന് വറുത്ത് എടുക്കാം. ഫ്ലെയിം കത്തിച്ചിട്ടുണ്ട്, ഒന്ന് ചൂടായിട്ട് വരട്ടെ. എന്താ പാൻ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് മല്ലിയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കിടക്കുക. ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്നവരെ നന്നായിട്ട് ഇളക്കുക. ഇതിൽ ശരിക്കും വറവ് എന്ന് പറയുന്നത് ഇത് രണ്ടും മാത്രമേ വറുത്തെടുക്കുന്നുള്ളൂ. തേങ്ങയെല്ലാം പച്ചക്കിനെ അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇവിടെ കിട്ടുന്ന ഈ വറ്റൽമുളക് നല്ല എരിവാണ്, അപ്പോൾ അതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെ നമ്മുടെ മല്ലി മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടുള്ളത് കൊണ്ട് തന്നെ കരിയാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒന്ന് കൈയെടുക്കാതെ ഒന്ന് ഇളക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിനെ അരച്ചെടുക്കാം. അപ്പോൾ ഇതിന് നല്ല ചൂടാറിയ ശേഷം മാത്രമേ മിക്സിയിൽ ഇടാൻ പാടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ, ഉള്ളി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇഞ്ചി നമ്മൾ കട്ട് ചെയ്തിട്ട് ഇഞ്ചിനെ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ വെളുത്തുള്ളി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്താൽ മതിയാകും. ഇനി ഇതിന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. ഒഴിച്ച ശേഷം ഒന്നിങ്ങോട്ട് പോലെ 2 അടി. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 സ്പൂൺ അളവിൽ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ചതച്ചെടുക്കുക. കൊണ്ടുവന്നിട്ടുണ്ട് ഉള്ളി, ചെറിയുള്ളി അരിഞ്ഞു കൊടുക്കും. അപ്പൊ നമുക്ക് ഇനി ഇതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കർ വെക്കാം. ഇനി അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കടല അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തക്കാളി 1.5 തക്കാളി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 തൊട്ടിട്ട് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല അത് 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗരം മസാല 1/4 ടീസ്പൂൺ മതി കേട്ടോ, ഒരുപാട് ആവണ്ട.
1/2 ടീസ്പൂൺ ഗരം മസാല അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ അരപ്പ് കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ വേസ്റ്റ് ആക്കാതെ അരപ്പ് മൊത്തം അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യാനുസരണം ഉപ്പ്, എത്രത്തോളം ആണ് ഗ്രേവി ആവശ്യം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ഗ്ലാസോളം ഒഴിച്ചിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് ചെറുതായിട്ടൊന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പുണ്ട്, എരിവെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്, പാകത്തിനാണുള്ളത്. ഇനി അടച്ചു വെക്കാം. ചില കടലകൾക്ക് പെട്ടെന്ന് വേവ് ഉണ്ടാവും, ചിലപ്പോൾ വേവ് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 5-6 വിസിലോളം ഇട്ട് കൊടുക്കാം. നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പൊ വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മളത് വിസിലൊക്കെ ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോ 4 വിസിൽ വന്നപ്പോ തന്നെ നോക്കി. അപ്പൊ കടല കറക്റ്റ് ആയിട്ട് വേവ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഹായ്, നല്ല മണമൊക്കെ ഉണ്ട്. അതിനിതാ കടലക്കറി ഇതവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അതേസമയം ഇപ്പോ ഇതിൽ വെള്ളമില്ല, ഗ്രേവി അധികം ഇല്ല തോന്നണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ചുടുവെള്ളം, നല്ല തിളപ്പിച്ച വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ ആവശ്യാനുസരണം ഗ്രേവി ആവും. ഇനി ഇതിലേക്ക് നമുക്ക് വറവ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവില് വെളിച്ചെണ്ണ, ഇനി നമുക്ക് കടുക്, മുളക്, അത് 1 പച്ചമുളക് എടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. തേങ്ങയിൽ നിന്നുള്ള എണ്ണ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ചേർത്തിട്ടുള്ളത് ആകെ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ മാത്രമാണ്. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് കൂടിയാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത് ഇഡ്ഡലിയാണ്. അപ്പൊ അതിനും കൂടി ചേർത്തിട്ടുണ്ടാക്കിയതാണ്. പ്രതിഭട്ട കുറേ ദിവസം പറയുന്നു കടലക്കറി വേണം എന്നുള്ളത്. അപ്പൊ ശരി, ഇന്ന് ഇഡ്ഡലിയും കടലക്കറി ആക്കാം. നിങ്ങൾക്കും കൂടി എൻ്റെ അമ്മയുടെ കടലക്കറി റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാന്ന് കരുതി. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നന്നായിട്ട് എരിവും ഉപ്പും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒട്ടും മടിക്കാതെ തന്നെ ഞാൻ പറയുന്ന സെയിം അളവിന് എല്ലാതും എടുത്തിട്ട് ചെയ്ത് നോക്കുക വീട്ടില്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നത് വരേക്കും ബൈ ബൈ.